ഒരു എ പ്ലസ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ബിയും സി ഒക്കെ ആയിരുന്നു. ഞാൻ അന്ന് കയറിയ ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്ക് അഡ്മിഷൻ തരില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അഡ്മിഷൻ തരില്ല, നിനക്ക് +2 മാർക്കില്ല, നിനക്ക് ഓൺലൈനിൽ വേണമെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ തരാം, അങ്ങനെ വരെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ബേസ് ഇല്ലാത്തൊരു സ്റ്റുഡൻ്റാണ് ഞാൻ. കോമ്പീറ്റ് ചെയ്യുന്നത് ഫുൾ എ പ്ലസ് കിട്ടിയ നല്ല ബേസിലുള്ള സ്റ്റുഡൻസിൻ്റെ ഒപ്പമായിരുന്നു. ഹലോ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വർഷം നീറ്റ് എഴുതുന്നവരും, അതായത് അടുത്ത വർഷം ഈ വർഷം നീറ്റ് എഴുതി നല്ല സ്കോർ കിട്ടാത്തവരും, അതായത് ആൻസർ കീ ഒക്കെ വന്നല്ലോ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും നല്ല വീഡിയോ. കാരണം 85% മാർക്കിൽ ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്കും ഒരുപാട് സ്ട്രഗിൾസും ഒരുപാട് സാക്രിഫൈസസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്, എൻ്റെ ഒരു നീറ്റിൻ്റെ ജേണി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. യു വിൽ ബി ഹൈലി മോട്ടിവേറ്റഡ്, ഷുവർ ആണ്. കാര്യം നിങ്ങൾക്കിപ്പോൾ ഡൗൺ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മോട്ടിവേറ്റ് ആവും. നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. അതുപോലെ തന്നെ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 1 ഇയർ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ കൂടെ ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ വീഡിയോൻ്റെ ഓരോ ഗ്യാപ്പിൽ നമ്മൾ ഒരു കാര്യം പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഓഫറൊക്കെ തരുന്ന ഒരു കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് വായിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് +2 എനിക്ക് 85% മാർക്കായിരുന്നു. നിങ്ങൾക്കറിയാം 85% മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബേസും ഇല്ല. ഒരു എ പ്ലസ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ബിയും സി ഒക്കെ ആയിരുന്നു. അപ്പോൾ എ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലൊക്കെ ആയിരുന്നു എനിക്ക് എ പ്ലസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത്, എനിക്ക് ഇനീഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഇല്ല. ബേസ് ആണ് മെയിൻ പ്രശ്നം. ഈ ബേസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നോർമലി നിങ്ങൾക്ക് അറിയാലോ, ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ നല്ല ബേസ് വേണം. ബേസ് ഇല്ലാത്തൊരു സ്റ്റുഡൻറ്റിന് ഒരിക്കലും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് എല്ലാവരും പറയാറ്. കാര്യം +2 മാർക്ക് ബേസിലാണല്ലോ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ, മെജോറിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 മാർക്ക് ബേസിലാണ്. എന്നോട് ഞാൻ അന്ന് കയറിയ ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്ക് അഡ്മിഷൻ തരില്ല എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അഡ്മിഷൻ തരില്ല, നിനക്ക് +2 മാർക്കില്ല, നിനക്ക് ഓൺലൈനിൽ വേണമെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ തരാം, അങ്ങനെ വരെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ ഉണ്ട് റിപ്പീറ്റ് ചെയ്ത ടൈമിൽ. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ അങ്ങനെ ബേസ് ഇല്ലാത്തൊരു സ്റ്റുഡൻ്റാണ് ഞാൻ. കോമ്പീറ്റ് ചെയ്യുന്നത് ഫുൾ എ പ്ലസ് കിട്ടിയ നല്ല ബേസിലുള്ള സ്റ്റുഡൻസിൻ്റെ ഒപ്പമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും ഡൗൺ ലെവലിലാണ്. എനിക്ക് എന്ത് ചെയ്യണം, കയറി വരണം ബേസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനീഷ്യലി എനിക്ക് ബേസ് ഇല്ല. അപ്പോൾ ബേസ് ക്ലിയർ ആക്കണം ശരിക്കും. അപ്പോൾ ഞാൻ ബേസ് ക്ലിയർ ആക്കാൻ വേണ്ടി ഓരോ ഷോർട്ട് ക്ലാസ്സസ് യൂട്യൂബിലൊക്കെ ക്ലാസ്സസ് കേട്ട് അങ്ങനെ ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ ഉണ്ട്. മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബേസ് ആണ്. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി എനിക്കൊരു ഐഡിയ ഇല്ല എങ്ങനെ ബേസ് ക്ലിയർ ചെയ്യുന്നുള്ളത്. കാര്യം ആരും പറഞ്ഞുതരാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ബേസ് ക്ലിയർ ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ചില പേര് പറയും ബേസിക് മാത്തമാറ്റിക്സിന്റെ ക്ലാസ് കാണാം, പക്ഷെ അതൊന്നും അല്ല ശരിക്കും. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ഏറ്റവും ലെവൽ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് ചെയ്ത് റെഡിയാക്കി ശരിക്കും വേണ്ടത്. അത് ശരിക്കും എനിക്ക് അറിയില്ല. അങ്ങനെ ശരിക്കും ബേസ് റെഡിയാക്കൽ അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ക്വസ്റ്റ്യൻസ് കാണാൻ യൂട്യൂബിലുള്ള അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ബേസ് റെഡിയാക്കിയത് ലാസ്റ്റിലേക്കൊക്കെ. പക്ഷേ തുടക്കത്തിൽ എനിക്ക് അറിയില്ല ബേസ് എങ്ങനെ റെഡിയാക്കണമെന്നില്ല. അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല എങ്ങനെ ബേസ് ക്ലിയർ ആക്കണം എന്നുള്ളത്. ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യത്തിലൂടെ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും ബേസ് നിങ്ങൾ റെഡിയാക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു രീതിയിലൊക്കെ ഞാൻ ബേസ് റെഡിയാക്കി. അങ്ങനെ ഞാൻ എൻ്റെ റിപ്പീറ്റ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് ബ്രില്യൻ്റിലായിരുന്നു റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിപ്പീറ്റ് ചെയ്ത് ഓൺലൈൻ ബാച്ചിലായിരുന്നു റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഹാർഡ് വർക്ക് ആയിരുന്നു. കാരണം അവിടുത്തെ സ്റ്റുഡൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ടാലന്റഡ് സ്റ്റുഡൻസ് ആണ്. അവരിപ്പം കോമ്പീറ്റ് ചെയ്യുമ്പോൾ ഒരു 10,000 കുട്ടികളൊക്കെ എഴുതുന്നുണ്ടെങ്കിൽ 8,000 ഒക്കെ റാങ്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഞാൻ തുടക്കത്തിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും ബേസിലാണ് നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ തിയറി ഒരുപാട് വായിക്കും. തിയറി വായിച്ചിട്ട് ഒരു കാര്യമില്ല. കാര്യം ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ. തിയറി ക്ലാസ്സിനൊക്കെ അത്യാവശ്യം തിയറി മനസ്സിലാക്കുക, പിന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ടാണ് പോകേണ്ടത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഞാൻ വേറെ കാര്യം പറഞ്ഞുതരാം. മെമോനേറ്റ് ഞാൻ നോർമലി ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ട്. മെമോനേറ്റിന്റെ ഒരു കാര്യം പറയാം. അവരുടെ ബൂട്ട് ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ബാങ്കും ക്വസ്റ്റ്യൻ സീരീസും ഒക്കെ അവരുടെ ആപ്പിൽ തന്നെ ഉണ്ട്. ബൂട്ട് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ ടൈമിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവരുടെ ബൂട്ട് ക്യാമ്പ് വഴി അവർ പറഞ്ഞു. ഞാൻ ചെറിയ വിഷ്വൽസ് ബാക്ക് സൈഡിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടൈമിൽ ബയോളജി ഇപ്പോൾ NCERT റീഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാര്യം NCERT അവരുടെ ആപ്പിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ അത് സ്ക്രോൾ ചെയ്തിട്ട് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ പിന്നെ അടുത്തൊരു കുറച്ച് ടൈം കൊടുത്തിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നായിരിക്കും അടുത്ത ടാർഗറ്റ് അവരുടെ ആപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവരുടെ ബൂട്ട് ക്യാമ്പ് വഴി നിങ്ങൾക്ക് 1 ഇയർ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അവരുടെ ബൂട്ട് ക്യാമ്പിന്റെ പ്ലാനറും കാരണം ആൾറെഡി അവർ റിലീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ബൂട്ട് ക്യാമ്പ് വഴി നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് 100% ഷുവറാണ്. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ശരിക്കും. അത് നിങ്ങളുമായിട്ട് ഷെയർ എന്ന് വിചാരിച്ചു. കാര്യം ബേസിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം പകുതിയൊക്കെ ആയപ്പോൾ ഞാൻ മെയിൻലി ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അവിടെ തന്ന മെറ്റീരിയൽസ് ഒക്കെ ജെന്യൂൻ ആയിട്ട് പറയാണ്, എനിക്ക് അന്ന് കിട്ടിയ മെറ്റീരിയൽസ് ഒക്കെ എനിക്ക് ഈ ഷഫിൾഡ് മെറ്റീരിയലാണ്. ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ്, ടോപ്പിക് വൈസ് ഇങ്ങനെ നമ്മൾ വേർതിരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ അവൈലബിൾ ഉള്ള. അപ്പോൾ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫാക്കൽറ്റിയിൽ നിന്ന് ക്ലാസ് എടുത്തു. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഫാക്കൽറ്റിയിൽ നിന്ന് ക്ലാസ് എടുത്തു. ഇന്ന് ക്ലാസ് എടുക്കുന്ന ചിലപ്പോൾ 2-3 ടോപ്പിക് ആയിരിക്കും. അപ്പോൾ 3 ടോപ്പിക് ഒരു ഫാക്കൽറ്റി ക്ലാസ് എടുക്കുമ്പോൾ ശരിക്കും 3 ടോപ്പിക് ഒരു ഫാക്കൽറ്റി ക്ലാസ് എടുക്കുമ്പോൾ ആ 3 ടോപ്പിക്കത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. കാര്യം അതിന് മേലേക്കുള്ള ടോപ്പിക് നമുക്ക് ചെയ്യാൻ കഴിയില്ല, അത് പഠിച്ചിട്ടില്ല. അപ്പോൾ ഷഫിൾഡ് മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഹൗ ക്യാൻ വി ഡു പ്രോബ്ലംസ്.
നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഷഫിൾഡ് മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രോബ്ലം ചെയ്യാൻ കഴിയില്ല. കാര്യം അതിൽ നിന്ന് നമ്മൾ പ്രോബ്ലംസ് എടുക്കണം. നമുക്കറിയില്ല ഏത് പ്രോബ്ലം ആണ് ഇന്ന ടോപ്പിക് എന്നുള്ളത്. അപ്പോൾ ടോപ്പിക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള മെറ്റീരിയൽ ചൂസ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പോൾ ഞാൻ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു MTGയുടെ നീറ്റ് ചാമ്പ്യൻ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. മെമോനീറ്റിന്റെ ആപ്പ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഞാൻ പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സബ്ജക്ട് വൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടോപ്പിക് വൈസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക, അസേഷൻ ആൻഡ് റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, PYQ മാർക്കിൽ NCERT ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വൈഡ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ പഠിച്ച ടൈമിൽ ക്വസ്റ്റ്യൻസ് മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത ടൈമിൽ റിപ്പീറ്റിന്റെ ടൈമത്തെ കാര്യമല്ല, റിപ്പീറ്റ് ചെയ്ത ടൈമത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്ത ടൈമിൽ ക്വസ്റ്റ്യൻസ് മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഈ ക്വസ്റ്റ്യൻസ് മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്താൽ കിട്ടൂല, ബേസ് ഇല്ല, അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്താൽ കിട്ടൂല. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്താൽ കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നോക്കും. പക്ഷേ ഒന്നും ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഈ നമ്മളെ ഡ്യുവൽ നാച്ചറിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 45 മിനിറ്റ് വരെ 1 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പം അങ്ങനെയും ബേസിലാത്തൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് എൻ്റെ ഒരു ഇത് മനസ്സിലാക്കുക. അപ്പം അങ്ങനെ എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഞാൻ റിപ്പീറ്റ് ചെയ്ത ടൈമിൽ വീണ്ടും ക്ലാസ്സസ് കേൾക്കാൻ തുടങ്ങി. അതായത് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞല്ലേ, ഞാൻ വീണ്ടും ക്ലാസ്സസ് കേൾക്കുക. ബേസിക്സ് ഇല്ല. അപ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോൾ മോഡലൊക്കെ ആയപ്പോൾ മാർക്ക് കുറവാണ്. അപ്പോൾ കൂട്ടാൻ വേണ്ടിയിട്ട് ആദ്യം പഠിച്ച ടോപ്പിക്കെല്ലാം മറന്നു, റിവൈസ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ വീണ്ടും ക്ലാസ്സസ് കണ്ടു. 2X 3X ഒക്കെ ഇട്ട് വരെ കണ്ടിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് എന്താണോ മനസ്സിലാവുന്നത് അത് മനസ്സിലാക്കി. അങ്ങനെ ഏകദേശം ഓരോ ഐഡിയകൾ കിട്ടി. ഇപ്പം നമ്മൾ 2-3X ഇട്ട് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടൈം മെമ്മറിയേ ഉണ്ടാവുള്ളൂ, ലോങ് ടൈം ആയിട്ട് കിട്ടില്ല. അപ്പോൾ പഠിച്ച് ഒരു ദിവസം മാക്സിമം തലയിലുണ്ടാവും, പിന്നെ നമ്മൾ മറന്നു പോകുന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. അങ്ങനെ ഞാൻ അവരുടെ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ ക്ലാസ്സിന് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കും. ആ ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് സ്വന്തമായിട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതാണ്, ബ്രില്യനിലെ ജെയ്സൺ സാർ എന്ന് പറഞ്ഞ സാറുണ്ട്, അയാളുടെ ക്ലാസ്, ആ സാറിൻ്റെ ക്ലാസ് ഞാൻ റിപ്പീറ്റ് ചെയ്ത ടൈമിൽ നമ്മളെ റൊട്ടേഷൻ മോഷൻ്റെ ക്ലാസ്, അന്നാണ് എനിക്ക് ഒരു ഐഡിയ കിട്ടിയത് ശരിക്കും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്നുള്ളത്. അന്നൊക്കെ ഞാൻ അതിന് മുന്നൊക്കെ ഞാൻ ചെയ്തിരുന്നത് ഫിസിക്സ് ക്ലാസ് കഴിയും, ഞാൻ നേരെ NCERT എടുക്കും, ടെക്സ്റ്റ് റീഡ് ചെയ്യും, പിന്നെ ടൈം ഉണ്ടെങ്കിൽ NCERT ക്വസ്റ്റ്യൻസ് ചെയ്യും, മെറ്റീരിയൽസ് ഒക്കെ ചെയ്യൽ കുറവാണ്. അപ്പോൾ ജെയ്സൺ സാറിൻ്റെ ക്ലാസ് കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണം. സാർ ഓരോ കേസസ് ആക്കിയിട്ടാണ് പഠിപ്പിക്കുക. അപ്പം അങ്ങനെ ഫിസിക്സ് അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ടോപ്പിക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഓരോ കേസ് വൈസ് ആയിട്ട് പഠിച്ച്, അതായത് ടോപ്പിക് വൈസ് ആയിട്ട് പഠിച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ടോപ്പിക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള മെറ്റീരിയൽ എടുത്തിട്ട് ക്വസ്റ്റ്യൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ നോക്കി. അപ്പോൾ നിങ്ങൾ മെമോനേറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ സീരീസ് നിങ്ങൾ തപ്പി നടക്കുകയാണെന്നുണ്ടെങ്കിൽ മെമോനേറ്റിന്റെ 20 പാർട്ട് ടെസ്റ്റും 10 ഫുൾ ടോപ്പിക് ടെസ്റ്റും ഉണ്ട്. അവരുടെ BTSൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ മതി. എല്ലാ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കാം. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ സീരീസ് ആണ്, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ്. പിന്നെ ഡിഫറൻറ്റ് സ്റ്റുഡൻസ്, അതായത് ഡ്രോപ്പേഴ്സ് ആയാലും പ്ലസ് 2 കൂടെ നീറ്റ് പ്രിപ്പയർ ചെയ്യണം, വേറെ ഏതെങ്കിലും കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടെങ്കിൽ അവരുടെ പ്ലാൻ ഡിഫറൻറ്റ് ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവരൊരു പ്ലാൻ റെഡിയാക്കി തന്നിട്ട് മാക്സിമം നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും. ഞാൻ ബയോളജിയിൽ ഞാൻ ചെയ്ത ഒരുപാട് മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ശരിക്കും ബയോളജി റീഡ് ഇങ്ങനെ ചെയ്യും, പക്ഷേ ക്വസ്റ്റ്യൻ ചെയ്യൂല. ഒരുപാട് തവണ ബയോളജി റീഡ് ഞാൻ റിപ്പീറ്റ് ചെയ്ത ടൈമിലൊക്കെ ഏകദേശം 5-6 തവണ മോഡൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ റീഡ് ചെയ്തിട്ടുണ്ട്. 5-6 തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നമ്പറൊന്നും അല്ല, 30 തവണ ഒക്കെ റീഡ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല തവണയായിരുന്നു. കാര്യം എന്താ വെച്ചാൽ എനിക്ക് അത്ര ടൈം കിട്ടിയിട്ടില്ല. അങ്ങനെ റീഡ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു മാക്സിമം ഐഡിയ കിട്ടുന്നില്ല. അതായത് ക്വസ്റ്റ്യൻസ് ചെയ്യൂല, എക്സാമിലൊക്കെ മാർക്ക് കുറവാണ്, 200 മാർക്കൊക്കെ മാക്സിമം. അതായത് ഇൻ ടോട്ടൽ ബയോളജിയിൽ 150 അല്ല 150 മാർക്ക്, 250 മാർക്കൊക്കെ ടോട്ടൽ കിട്ടിയിരുന്നു. ഫിസിക്സിൽ 50, കെമിസ്ട്രിയിൽ 50, അങ്ങനെയൊക്കെ. അപ്പോൾ ബയോളജിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യൂല. അപ്പം പറഞ്ഞല്ലോ. പിന്നെ ഞാൻ റീറിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ബയോളജിയിൽ ക്വസ്റ്റ്യൻ ചെയ്യലൊക്കെ റീറിപ്പീറ്റ് ചെയ്ത ടൈമിലാണ്. പിന്നെ നിങ്ങൾക്ക് മെമോനേറ്റിന്റെ ലൈൻ ബൈ ലൈൻ NCERT എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ബയോളജിയിലെ മെജോറിറ്റി ഓഫ് ലൈനും അവർ ക്വസ്റ്റ്യൻ ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതിൽ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ PDF. നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ക്വസ്റ്റ്യനിലോട്ട് പോകും. ഓക്കെ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ടൈമിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ബയോളജി റിപ്പീറ്റ് ചെയ്ത ടൈമിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, റീറിപ്പീറ്റ് ചെയ്ത ടൈമിലാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പോൾ റീറിപ്പീറ്റ് ചെയ്ത ടൈമിൽ ഞാൻ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്ക് എടുക്കും, ഒറ്റ ബുക്ക്. ആ ബുക്കിലുള്ള ഫുൾ ക്വസ്റ്റ്യൻസ്, ഒരു 140+ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അസേഷൻ ആൻഡ് റീസൺ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്, 1 വേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ടൈമിൽ. ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ഓർത്ത് വെക്കുക. അപ്പോൾ എൻ്റെ ഒരു ജേർണിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബേസ് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാണ്. പിന്നെ അങ്ങനെ നീറ്റായപ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എല്ലാം അധികം നമുക്ക് കിട്ടാവുന്ന എല്ലാ ഓഫ്ലൈൻ എക്സാമും എഴുതി. ഒരു ലാസ്റ്റ് എനിക്ക് ഓഫ്ലൈനിൽ കിട്ടിയത് ഏകദേശം 450 മാർക്കൊക്കെ ആയിരുന്നു ഓഫ്ലൈനിൽ കിട്ടിയത്. പക്ഷേ ഓൺലൈനിൽ ലാസ്റ്റ് എക്സാം എഴുതിയപ്പോൾ സിമ്പിൾ ആയിരിക്കും. നിങ്ങൾക്ക് അറിയാലോ, നീറ്റിൻ്റെ 2 ദിവസം മുന്നത്തെ എക്സാം സിമ്പിൾ ആയിരിക്കും. 516 മാർക്ക് കിട്ടി. എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു. അതായത് നീറ്റിൽ 505 മാർക്കും കിട്ടി. അപ്പോൾ ഞാൻ സേഫാണ്.
നീറ്റിൽ 505 മാർക്ക് എന്ന് പറഞ്ഞാൽ സേഫ് നല്ല മാർക്ക്, 80,000 സംതിങ് ആയിരുന്നു റാങ്ക്. അന്ന് സേഫ് എന്ന് പറയുന്ന കാര്യം എനിക്ക് ഇനി എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഓൺലൈനായിട്ട് ഫ്രീ ആണ്. ഓൺലൈനായിട്ട് എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും വിത്ത് മെറ്റീരിയൽ എനിക്ക് ഫ്രീ ആണ്. പേടിക്കാനില്ല. ഞാൻ ഒരു അതാണ് റിപ്പീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. കാര്യം എനിക്ക് ഇപ്പം എനിക്കൊരു ഐഡിയ കിട്ടി, ബേസ് കിട്ടി. അങ്ങനെ ഒരു വർഷം എടുത്ത് എനിക്ക് ബേസ് ക്ലിയർ ആക്കാൻ വേണ്ടി. എന്താണ് പ്രശ്നം? എൻ്റെ ആയിട്ടുള്ള ഓരോ പ്രശ്നങ്ങളാണ്. ഞാൻ മര്യാദയ്ക്ക് പഠിക്കൂല, എനിക്ക് പഠിക്കണം എന്ന് എങ്ങനെ അറിയില്ല. അപ്പം എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യം കിട്ടില്ല. ടോപ്പിക് വൈസ് ഡിസ്ട്രിബ്യൂഷനുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുക. ബയോളജിക്ക് NCERT മാത്രം റീഡ് ചെയ്ത പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഫിസിക്സിന് നേരെ NCERT എല്ലാം റീഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരുപാട് കാര്യം എനിക്ക് ഈ ഒരു വോയിസ് ഇതുവഴി എനിക്ക് കിട്ടിയില്ല. ഞാൻ അടുത്ത് റിപ്പീറ്റ് ചെയ്ത ടൈമിൽ പറഞ്ഞുതരാം. എൻ്റയർലി ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് സ്റ്റഡിയാണ് റിപ്പീറ്റ് ടൈമിൽ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റ് ടൈമിൽ തുടക്കത്തിൽ തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം എങ്ങനെ പഠിക്കണം, ഓർഗാനിക് ഒക്കെ എങ്ങനെ പഠിക്കണം നന്നായിട്ട് അറിയാം, എഴുതി പഠിക്കണം. ബയോളജി ക്ലാസ് കേൾക്കുമ്പോൾ അപ്പം തന്നെ നോട്ട് എഴുതും. അതിനുശേഷം നോട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് NCERT റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സെൻറ്റൻസും തലയിൽ നിൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ചെയ്തത്, ഞാൻ ഇതുപോലെ തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. പഴയ നോട്ടൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ നോട്ട് ഉണ്ടാക്കി ഓരോ ചാപ്റ്ററിനും ടൈം എടുത്തിട്ട് 2 മണിക്കൂറിൻ്റെ ക്ലാസ് 3 മണിക്കൂർ എടുത്തിട്ട് ക്ലാസ് കേട്ട് ആവശ്യമുള്ള എല്ലാ ക്ലാസ്സും കേട്ട് വീണ്ടും കേട്ട് പഠിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ എനിക്ക് തുടക്കത്തെ എക്സാമിലൊക്കെ ഏകദേശം 600ൻ്റെ പ്ലസ്, എല്ലാ എക്സാമിനും 600+ ഞാൻ എയിം ചെയ്തു, കിട്ടിയിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഒരു 5 എക്സാമിൽ 600+ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയുള്ള അധിക എക്സാം നിങ്ങൾക്ക് 600+ കിട്ടുള്ളൂ. അത് സ്റ്റേബിളായിട്ട് 6 മാർക്ക് നിങ്ങൾ ട്രാക്കിലെത്തി. അതാണ് പറയുന്നത്, തുടക്കത്തിൽ തന്നെ നല്ല മാർക്ക് വാങ്ങാൻ നോക്കുക. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ടൈമിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടോപ്പിക് വൈസ് ഡിസ്ട്രിബ്യൂഷൻ മെറ്റീരിയൽ എടുത്തു. കണ്ടമാനം ഒരുപാട് ക്വസ്റ്റ്യൻസ് എഴുതി, ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാംസ് എഴുതി. കിട്ടുന്ന എല്ലാ എക്സാംസും ഒരു അക്ഷരം പോലും കോപ്പി അടിക്കാതെ ഇതാക്കി. പിന്നെ എക്സാമിൽ തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ, മിസ്റ്റേക്സ് എല്ലാ മിസ്റ്റേക്സും വേറെ നോട്ടിൽ എഴുതിയിട്ടില്ല. തെറ്റിപ്പോകുന്ന അധികം മിസ്റ്റേക്സും എന്ത് ചെയ്തു ഞാൻ വേറെ അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന എപ്പോഴും തെറ്റിപ്പോകുന്ന മിസ്റ്റേക്സ് ഓരോ ചാപ്റ്ററിനും ഓരോ നോട്ടായിരുന്നു. എനിക്ക് നമ്മളെ ന്യൂസ് പ്രിന്റിന്റെ ബാക്കിൽ എനിക്ക് എഴുതാൻ സ്പേസ് ഉണ്ടായിരുന്നു. ഞാൻ ന്യൂസ് പ്രിന്റിന്റെ സെൻട്രൽ സ്റ്റാപ്പ് ചെയ്തിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കിയേക്കായിരുന്നു. അങ്ങനെ ഞാൻ ന്യൂസ് പ്രിന്റിന്റെ ബാക്കിൽ ഞാൻ ഇത് മിസ്റ്റേക്ക് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് മിസ്റ്റേക്ക് ഉള്ള ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നോക്കാൻ ടൈം കിട്ടിയില്ല. പക്ഷേ നിങ്ങൾ മെമോണിറ്റി ആപ്പ് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് മിസ്റ്റേക്ക് ബുക്ക് സെക്ഷൻ തന്നെ ഉണ്ട്. എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ അത് സെർച്ച് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മിസ്റ്റേക്സ് ഒക്കെ മിസ്റ്റേക്ക് ബുക്ക് സെക്ഷനിൽ ഉണ്ടാവും. നിങ്ങൾ എക്സാം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റും, ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലായിരുന്നു ഞാൻ എക്സാം കണക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ ഫിസിക്സ് ഒക്കെ ഡയറക്റ്റ് നേരെ ക്ലാസ് കേൾക്കും, നോട്ട് എഴുതും, ഡയറക്റ്റ് ബുക്ക് എടുക്കും, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. NCERT റീഡിങ്ങിന് സെക്കൻഡ് പ്രയോറിറ്റി ആണ്. മെജോറിറ്റി ഓഫ് ചാപ്റ്റേഴ്സും NCERT റീഡ് ചെയ്തിട്ടില്ല. ആകെ കുറച്ച് ടോപ്പിക് മാത്രമേ NCERT റീഡ് ചെയ്തിട്ടുള്ളൂ. ഷോർട്ട് നോട്ട്, മൈൻഡ് മാപ്പ് ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായത്. എൻ്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് തരാം ഞാൻ ഫ്രീ ആയിട്ട്. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ 2 വർഷം. അതായത് സെക്കൻഡ് ഇയർ റിപ്പീറ്റിൽ ഞാൻ ജോയിൻ ചെയ്തത് ബ്രില്യൻറ്റ് സൈലം, രണ്ടും ഉണ്ടായിരുന്നു. എനിക്ക് കമ്പനി ആയിട്ട് 2 ഇൻസ്റ്റിറ്റ്യൂട്ട് യൂസ് ചെയ്യാം. രണ്ടിലും ഓൺലൈൻ കോഴ്സ് ആയിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള ക്ലാസ് ഞാൻ ഷഫിൾ ചെയ്തിട്ട് കാണും. ഇഷ്ടമുള്ള എക്സാം സീരീസ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ ഫോളോ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ക്ലാസ് ഞാൻ 2ഉം കേട്ടിട്ടുണ്ടായിരുന്നു. ആ രീതിയിലായിരുന്നു. നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. സൈലത്തിൻ്റെ മൈൻഡ് മാപ്പ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അടിപൊളിയാണ്. അതൊക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോയത് ഞാൻ. ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു 1 ഇയർ ജേണി എന്ന് പറയും, 2 ഇയർ ജേണി എന്ന് പറയും. പിന്നെ ലാസ്റ്റിലേക്കൊക്കെ മോഡലൊക്കെ ആയപ്പോൾ മാർക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ മേക്ക് ചെയ്ത് റെഡി ആക്കാൻ നോക്കി. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് 5 എക്സാമിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടിയപ്പോൾ പിന്നെ അടുത്ത എക്സാമിലൊക്കെ നല്ല മാർക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ മാർക്ക് കിട്ടി ഏകദേശം എല്ലാം റെഡി ആയി ട്രാക്കിലെത്തി. ഒരു 620 ആയിരുന്നു എൻ്റെ ഒരു ആവറേജ് സ്കോർ. 620. നീറ്റിൽ 642 മാർക്ക് കിട്ടി. നീറ്റ് എക്സാമുകളിലൊക്കെ പോയപ്പോൾ നമ്മൾ കാലൊക്കെ കുഴയെന്ന് പറയില്ല, അത്രയും ടെൻഷനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തലേ ദിവസം 5 മണിക്കൂറോ 3 മണിക്കൂറോ 4 മണിക്കൂറോ ഉറങ്ങാൻ പറ്റിയിട്ടുള്ള ടെൻഷൻ കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും പറയും നീറ്റിൻ്റെ തലേ ദിവസം ഉറക്കം കിട്ടില്ലെങ്കിൽ നീറ്റ് കൊള്ളാന്നുള്ളത്. അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട. ടെൻഷൻ കൊണ്ട് ചിലപ്പോൾ ഉറക്കം കിട്ടില്ല എന്നൊക്കെ വരും. പക്ഷെ എന്നാലും എനിക്ക് നീറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നീറ്റ് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടില്ലേ, 85% മാർക്കുള്ള ഒരു കുട്ടി, ഒരു ബേസ് ഇല്ലാത്തൊരു കുട്ടി എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആരും പറഞ്ഞു തരാനില്ല, സ്വന്തമായിട്ട് അക്വയർ ചെയ്ത് ഓരോ നോളജാണ്. എനിക്ക് ആരും പറഞ്ഞു തരാനില്ല. കാര്യം ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും എൻ്റെ സ്വന്തമായിട്ടുള്ള ഓരോ സ്ട്രാറ്റജീസാണ്. എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. എൻ്റെ മെൻറ്ററായാലും അവർ പറയുന്നത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം അവർ പറയുന്നത് അവരൊക്കെ ടോപ്പേഴ്സിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ബേസിക് ഇല്ലാത്തൊരു സ്റ്റുഡൻറ്റ് ആരും കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ബേസ് ഡെവലപ്പ് ചെയ്യണം. അങ്ങനെ ബേസ് ഡെവലപ്പ് ചെയ്ത് 2 വർഷം കഷ്ടപ്പെട്ട് 2 വർഷം ഒരു റൂമിൻ്റെ മുറിയിൽ ഇരുന്നിട്ടാണ് പഠിച്ചത്. 2 വർഷം നിങ്ങൾ മനസ്സിലാക്കുക. 2 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600+ ഡേയ്സ്. അത്രയും ദിവസം റൂമിൻ്റെ മുറിയിൽ ഇരുന്ന് പഠിച്ച് അങ്ങനെ ഫൈനലി നീറ്റ് ക്രാക്ക് ചെയ്തു. 642 മാർക്കോട് കൂടി എൻ്റെ ഡ്രീം കോളേജ്, അതായത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു 10-15 കിലോമീറ്റർ അടുത്തുള്ള മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഞാൻ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റാണ്. എക്സാം വരികയാണ്. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒരു ചെറിയൊരു ജേണി അല്ലേ, ഡീറ്റെയിൽ ജേണി നമുക്ക് വീണ്ടും വീഡിയോ ഇടാം. ഇതൊരു എനിക്കൊരു ഐഡിയ കിട്ടില്ല എങ്ങനെ പഠിക്കണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ റെഡി ആക്കിയിട്ടുള്ളത്. അല്ലാതെ എൻ്റെ ജേണി പറയാനല്ല, എനിക്കൊരു ഐഡിയ കിട്ടിയപ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത്.
ഹാപ്പിയാണ്, ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നു. അടുത്ത വർഷം നീറ്റ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആവും. ഈ വർഷമൊക്കെ എൻ്റെ ജൂനിയർ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. പിന്നെ മെമോനീറ്റിൻ്റെ ആപ്പിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ബക്രീദ് സെയിൽ നടക്കുന്നുണ്ട്. ഞാൻ കൂപ്പൺ കോഡൊക്കെ പറയാം, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്കൗണ്ട് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ബൂട്ട് ക്യാമ്പ് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, ബൂട്ട് ക്യാമ്പ് നിങ്ങൾക്ക് 14 days ഫ്രീ ട്രയൽ കിട്ടും. അതൊക്കെ ചെക്കൗട്ട് ചെയ്യുക. എല്ലാ കാര്യവും അവരുടെ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ ഡീറ്റെയിൽസ് അവരോട് ചോദിക്കുന്നത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ചോദിച്ചാൽ മതി. ഓക്കെ. പിന്നെ 70% ഓഫ് കിട്ടും എല്ലാ മെമോനൈറ്റ് പ്ലാനിനും. എലൈറ്റ് പ്ലസ് BTS കോംബോ 67% ഓഫ് കിട്ടും. ഞാൻ എൻ്റെ കൂപ്പൺ കോഡ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കുക, ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഓഫ് കിട്ടും. നിങ്ങൾ ജോയിൻ ചെയ്യുക, അടിപൊളിയാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്പാണിത്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഏറ്റവും നല്ല ആപ്പ് പാരലായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങുക. ഓക്കെ, അപ്പോൾ അടിപൊളിയാണ്. നിങ്ങൾ കോഴ്സും ഫീയും കാര്യങ്ങളൊക്കെ നോക്കുക, അതിൽ എത്ര എമൗണ്ട് വരുന്നതെന്നുള്ളതൊക്കെ ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ട്, അത് അടിച്ചാലേ നിങ്ങൾക്ക് ഓഫ് കിട്ടുള്ളൂ. കൂപ്പൺ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് I4UBYSH. ഇത് ടൈപ്പ് ചെയ്യുക, തീർച്ചയായിട്ടും നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്.